പ്രസവിച്ചു. എന്തൊരുട്ടി പ്രസവിച്ചു. എന്തൊരുട്ടി സന്തോഷായോ? ഹാപ്പി? അടിച്ച ഒരു പാക്കറ്റിൽ ഏതെങ്കിലും ഒരു മുട്ട വാങ്ങിക്കാൻ കേട്ടോ. എന്തിന്? എന്താ ടീച്ചേഴ്സ് മാസ്ക് ഒക്കെ കൊടുക്കാൻ ഒരു പാക്കറ്റ് മതി. ഹാപ്പി ആയില്ലേ? പക്ഷെ ഇപ്പൊ പ്രാവശ്യം കുറച്ച് പേര് നിന്നിക്കണേ കുറച്ചു നേരം ഇങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഈസി അല്ലേ ഇനി. ഞാൻ കുഴപ്പമുണ്ട്. ഏത് കഴിഞ്ഞ പ്രാവശ്യം? അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർമാരില്ലാതെ ഇനി പ്രാവശ്യം ഡോക്ടർമാരും എല്ലാരും 5-6 സിസ്റ്റർമാരും ഉണ്ടായിട്ടാണ്ട്. റെഡിയല്ലേ? ടീച്ചറ് റെഡിയല്ലേ? വാ, അതാ വരുന്നു. റാഷിദ സിപ്പിയുടെ കൂടെയുള്ളവർ പെൺകുട്ടിയാണ്. ഡോക്ടർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. കാച്ചൊടുക്കി കുട്ടിയൊക്കെ കാച്ചൊടുക്കി. ആരാടാ തെണ്ടികളെ പറഞ്ഞ എനിക്ക് പെൺകുട്ടി ഉണ്ടാവില്ല? അത് എവിടെയാണ്? ഓലൊക്കെ എനിക്ക് കാണണം. ആരോട് പറഞ്ഞാളെ ബാങ്ക് ഡോക്ടർ നിക്കാമത്ത് വേണമെങ്കിൽ ഒന്ന് കൊടുത്താൽ കുട്ടികൾക്ക് വായി കിട്ടിയത് കറക്റ്റ് ടൈമിലെത്തി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ റാണി, ഞങ്ങളുടെ റാണി. പേര് ഞങ്ങള് ആണല്ലേ? ചെറുക്കന്മാരെ കുഞ്ഞിപ്പങ്ങളായാലോ പുതിയ മാറിയില്ലേ പെൺകുട്ടി? പൊന്നു പോലെ നോക്കൂലേ? അതിന്റെ ഉള്ളില് ഫുള്ള് കാണല്ലേ പ്രസവിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ പോയി പെട്ടെന്ന് ഒന്ന് സ്റ്റെക്കായി ഞാൻ. പിന്നെ ഞാൻ പിടിച്ചു നിന്ന്. വേറെ സീനൊന്നുമില്ലല്ലോ. ഫോട്ടോ വിടാനായിട്ടില്ല. ആക്കം പോലെ ഇത് പുറത്തു വിളിച്ചിട്ട് ന്യൂസ് കുട്ടി ഒരു ഉമ്മ കൊടുക്കൂ. കുട്ടികളൊക്കെ ഒരു ഉമ്മ കൊടുക്കട്ടമ്മ. എന്തൊരു സന്തോഷമില്ലാത്ത സങ്കടാണോ? നീയല്ലോ നീയെല്ലാം മാന്റെ ചെറിയ കുട്ടി. അതെ, വല്യുട്ടികളായി. ഇവന് ഭയങ്കര സങ്കടായി. കാരണം അപ്പൊ എന്തായാലും ചെറിയ കുട്ടിയല്ലേ നീ വല്യുട്ടിയായി. എന്നിട്ട് നോക്കി സങ്കടമുണ്ടോ? സങ്കടായോ? എന്തിന്? ഇബ്ര എന്തിന്? ടീച്ചറിനെ കണ്ടിട്ടോ? ടീച്ചർക്ക് ഒരു കൊടുക്ക്. വാ കൊടുക്ക്. നമ്മളെ കുട്ടിയടേ. ഇതൊക്കെ ഈ വളർത്തുന്ന കുട്ടികളാ? ഈ വളർത്തുന്ന കുട്ടികളാ? ഇവനൊരു കുട്ടികളെ സെറ്റായി കൊടുത്തിട്ടങ്ങള് പെണ്ണു ഡെലിവറി ആയിട്ടൊന്ന് പോയാൽ മതി. അതുകൊണ്ട് ടിക്കറ്റ് നീട്ടി വെച്ചാൽ. അതെ, ആണ്ട് കഴിഞ്ഞ് പോവാൻ നിക്കണ ആളെ. അതെ അതെ, ഡെലിവറി കഴിഞ്ഞത് ഞാൻ എപ്പോഴാ കിട്ടുക? ഫോട്ടോ എടുക്കണ്ട. ആ ഓക്കെ ഓക്കെ.
ഹാപ്പി ഹാപ്പി എല്ലാരും ഹാപ്പി സെറ്റല്ലേ? ഹാപ്പി അല്ലേ? എന്റെ മുഖം ഞാൻ എടുത്തത് എന്നാലും എന്താ എനിക്ക് പറയാൻ ഈ ഒരു അവസ്ഥ പിന്നെ സബ്സ്ക്രൈബേഴ്സിനോട് പറയല്ലേ, കുറെ ആളുകൾ കമന്റിൽ വന്നിട്ട്, അതായത് ഞാനും കൂടി അറിഞ്ഞിട്ടില്ല, ഞാനും കൂടി അറിഞ്ഞിട്ടില്ല കുഞ്ഞോള് പ്രസവിച്ചു. കമന്റിൽ വന്നിട്ട് ഓരോരുത്തര് കുഞ്ഞോള് പ്രസവിച്ചു, ആൺകുട്ടിയാണ്, ബോയാണ്. കുറെ ആളുകൾ കുഞ്ഞോൾ പ്രസവിച്ചു, പെൺകുട്ടിയായിരുന്നു. 5:30 എന്നൊക്കെ. എന്തിനാണ് അങ്ങനെ ആവശ്യമില്ല, അത് ഇപ്പോഴാണ് പ്രസവിച്ചത്. പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളെ വ്ലോഗ് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, പെൺകുട്ടിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും. നമുക്ക് പറയാല്ലേ, നമ്മുടെ എല്ലാത്തിനും കൂടെ നിന്ന് ആ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലും അതുപോലെ നമ്മുടെ ആഷി പാണ്ടിക്കാടിനും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ നമുക്ക് പ്രസവം നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അവസരം ഉണ്ടാക്കി തന്ന ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന്റെ ഈ ലേബർ റൂം മാനേജ്മെന്റിനും അതുപോലെ ഇതിലുള്ള എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ട് കേട്ടോ. നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിരിക്കും. കാരണം അത്രക്കും നമ്മൾ കെയർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ള ഓരോ മാനേജ്മെന്റ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാവും. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ഇൻകുലാബ് സിദ്ധാബാദ് ആൺകുട്ടിയാണെന്ന് വിചാരിച്ച ഇനി വീട്ടു അത് തല്ലി. അതെ, ഞങ്ങൾക്കുണ്ടായത് പെൺകുട്ടിയാണ്. യെസ്. ആരുടെ പറഞ്ഞത് ഞങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടാവില്ല അതല്ലേ? സെറ്റല്ലേ? ചിലവരൊക്കെ പറയും കുട്ടിയെല്ലാം ഉണ്ടാവൂല. അതാരും പറയില്ലല്ലോ. ഓടാ, എന്റെ കുട്ടി കാണുമ്പോ സങ്കടായത്, ആകെ ഒരു ഇടങ്ങേറ്. എന്താണ് എന്താണ് എന്റെ ചെറിയ കുട്ടി സ്ഥാനം പോയിട്ടാ? ആണോ? ഉമ്മച്ചി നിക്കല്ലോ. തുണി എടുക്കും കുഞ്ഞോ. ഞാൻ വിളിച്ചിനി, നിങ്ങൾ വിളിച്ചോ? കുഞ്ഞോനും ഉപ്പാക്കൊക്കെ ഞാൻ വിളിച്ചിനി. ഞാൻ കുട്ടി പുറത്തേക്ക് ചാടിടാൻ വിളിച്ചല്ലായിരുന്നു. അതാണ് എൻ്റെ സെറ്റപ്പ്. കൂക്കാൻ തോന്നാ. കൂക്കാന് ഇല്ല.